വേനൽക്കാല ചർമ്മ സംരക്ഷണം എല്ലാവർക്കും ഉപകരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കിന്ന് സംസാരിക്കാം. ഞാൻ ഡോക്ടർ ആൻ ജോർജ്, സീനിയർ കൺസൾട്ടൻറ്റ് ഡെർമറ്റോളജിസ്റ്റ്, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, തൊടുപുഴ. നമുക്കെല്ലാവർക്കും അറിയാം, പണ്ടത്തെ വെയിലിൻ്റെ രീതിയല്ല ഇപ്പോൾ. ഒരു 10 വർഷം മുമ്പ് കുറച്ചു നേരം വെയിലത്ത് നിന്നാലുണ്ടാകുന്ന സ്കിൻ ഡാമേജ് അല്ല ഇപ്പോൾ ഉണ്ടാകുന്നത്. എന്നിരുന്നാലും ഡെർമറ്റോളജിസ്റ്റ് എന്ന രീതിയിൽ ഞാൻ കണ്ടുവരുന്നൊരു മാറ്റം, ആളുകൾ കൂടുതൽ ബോധവാന്മാരാണ് സ്കിൻ കെയറിനെ കുറിച്ചും അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും. ഈ ബേസിക് സ്കിൻ കെയറിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും വേനൽക്കാലത്ത് മാറ്റേണ്ട ചെറിയ വ്യത്യാസങ്ങളുമാണ് ഞാൻ ഇന്നിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ സ്കിൻ കെയറിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായ ക്ലെൻസിങ്. തണുപ്പ് കാലത്ത്, മഴക്കാലത്ത് നമ്മൾ മുഖം കഴുകുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു മോയ്സ്ചറൈസിങ് ഫീലാണ്. പക്ഷേ വേനൽക്കാലത്ത് നമ്മൾക്ക് വേണ്ടത് ഒരു ലൈറ്റ്, ക്ലീൻ, ഫ്രഷ് ഫീലിംഗ് ആണ്. അതുകൊണ്ട് തന്നെ മോയ്സ്ചറൈസിങ് ഫേസ് വാഷസ് മാറ്റി ഒരു ക്ലാരിഫൈങ് ഫേസ് വാഷ് തിരഞ്ഞെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. വെയിലും ചൂടും കാരണം സ്കിൻ പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആകുന്നവർക്കും ജോലി കാരണം ഇടയ്ക്കിടയ്ക്ക് മുഖം കഴുകാൻ സാധിക്കാത്തവർക്കും ഫേസ് മിസ്റ്റ്സ് ഉപയോഗിക്കാവുന്നതാണ്. പണ്ട് കാലം തൊട്ടേ ഉപയോഗിച്ചു വരുന്നതാണ് റോസ് വാട്ടർ. ഇത് ഒരു സ്പ്രേ ബോട്ടിലാക്കി തണുപ്പിച്ച് ഇടയ്ക്ക് മുഖത്ത് സ്പ്രേ ചെയ്യുന്നത് നല്ലതാണ്. അതല്ല, ഇപ്പം മാർക്കറ്റിൽ വൈറ്റമിൻസ് ഇൻഫ്യൂസ്ഡ് ആയ മിസ്റ്റ്സ് ഉണ്ട്, സ്പ്രിംഗ് വാട്ടർ മിസ്റ്റ്സ് ഉണ്ട്. ഇതൊക്കെ ഉപയോഗിച്ചാൽ നമ്മുടെ സ്കിൻ കാം ഡൗൺ ചെയ്യാനും ഒരു ഫ്രഷ് ഫീല് കിട്ടാനും സഹായിക്കുന്നു. അടുത്തതാണ് മോയ്സ്ചറൈസർ. ഈ മോയ്സ്ചറൈസർ ഉപയോഗിക്കുമ്പോൾ ആളുകളുടെ ഒരു പരാതി എന്താണെന്ന് വെച്ചാൽ, ഒരു സ്റ്റിക്കി ഫീലിംഗ്, അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഡ്രസ്സ് ഇടാൻ പറ്റുമോ എന്നൊരു ഡൗട്ടും അവർക്കുണ്ടാകാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഹൈഡ്രേറ്റിംഗ്, ലൈറ്റ്, ജെൽ ബേസ്ഡ് മോയ്സ്ചറൈസേഴ്സ് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെയും നമ്മുടെ ചൂട് കാരണം ഉണ്ടാകുന്ന വരൾച്ച അല്ലെങ്കിൽ സ്കിൻ ഡാമേജ് തരണം ചെയ്യാനും ഇത് സഹായിക്കുന്നു. അടുത്തതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്, സൺ പ്രൊട്ടക്ഷൻ. അഗൈൻ, നമ്മൾ ഗ്രീസി അല്ലെങ്കിൽ ഒരു സ്റ്റിക്കി ഫീലിംഗ് ഉണ്ടാകുന്നത് കാരണം കുറേ ആളുകൾ അത് ഉപയോഗിക്കാതെ ഇരിക്കാറുണ്ട്. പക്ഷേ ഒരു നോർമൽ ഇന്ത്യൻ സ്കിന്നിന് SPF 30+ എങ്കിലും ഉപയോഗിക്കുന്നതാണ് നല്ലത്. പക്ഷേ ജോലി വെയിലത്താണ് കൂടുതൽ ചെയ്യുന്നതെങ്കിൽ അതൊരു 50+ SPF വരെ പോകുന്നത് നല്ലതാണ്. 3 മണിക്കൂർ കൂടുമ്പോൾ അത് റീഅപ്ലൈ ചെയ്യുന്നത് അത്യാവശ്യമാണ്. ആളുകൾ വീട്ടിൽ തന്നെ ഇരിക്കുന്നവരാകാം, അല്ലെങ്കിൽ ഓഫീസ് റൂമിൽ ഇരിക്കുന്നവരാകാം. ഇവരും സൺസ്ക്രീൻ മസ്റ്റായിട്ട് ഉപയോഗിക്കണം. എന്തുകൊണ്ടെന്നാൽ ജനലിൽ കൂടെ വരുന്ന വെയിലാകാം, ട്യൂബ് ലൈറ്റ് ആകാം, കമ്പ്യൂട്ടറിൻ്റെ ലൈറ്റ് ആകാം, ഫോൺ ലൈറ്റ് ആകാം. ഇവയിൽ നിന്നും നമുക്ക് പ്രൊട്ടക്ഷൻ വേണം. സൺസ്ക്രീൻ മുഖത്ത് മാത്രമല്ല ഉപയോഗിക്കേണ്ടത്, നമ്മളുടെ സൺ എക്സ്പോസ്ഡ് ആയ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും സൺസ്ക്രീൻ ഉപയോഗിക്കണം. SPF അടങ്ങിയ ലിപ് ബാംസും ഇപ്പോൾ അവൈലബിൾ ആണ്. അത് ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇനി ധാരാളം യാത്ര ചെയ്യുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ ജോലി കൂടുതലും വെയിലത്ത് ചെയ്യുന്ന ആളുകൾക്കോ സൺസ്ക്രീൻ കൂടാതെ സൺ പ്രൊട്ടക്റ്റീവ് വെയർ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇതിനായിട്ട് റൈഡിങ് ഗ്ലൗസ് ഉണ്ട്, റൈഡിങ് ജാക്കറ്റ് ഉണ്ട്. സൺ പ്രൊട്ടക്ഷനുള്ള കുടകൾ ഉപയോഗിക്കുന്നതും നല്ലതാണ്. അടുത്തതാണ് എക്സ്ഫോളിയേഷൻ. വേനൽക്കാലത്ത് എക്സ്ഫോളിയേഷൻ കഴിയുന്നതും കുറയ്ക്കുന്നതാണ് നല്ലത്. എന്തുകൊണ്ടെന്നാൽ ഈ എക്സ്ഫോളിയേറ്റ് ചെയ്യുന്ന ഡെഡ് ലെയർ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൊട്ടക്റ്റീവ് ലെയറാണ്. അത് മാത്രമല്ല, അത് നമ്മൾ നീക്കം ചെയ്ത് കഴിയുമ്പോൾ എക്സ്പോസ് ചെയ്യുന്ന പുതിയ ലെയർ ഓഫ് സ്കിൻ കൂടുതൽ സൺ സെൻസിറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെയും എക്സ്ഫോളിയേറ്റിംഗ് സീറംസ് വേനൽക്കാലത്ത് ആഴ്ചയിൽ ഒരിക്കൽ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതും അത് രാത്രിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു സ്കിൻ റിപ്പയർ ടൈം കൂടുതൽ കിട്ടുകയും ചെയ്യും. ഇനി അടുത്തത് മേക്കപ്പ് ഉപയോഗിക്കുന്ന ആളുകൾക്കാണ്. ലെയേഴ്സ് ഓഫ് മേക്കപ്പ് എത്രയും കുറയ്ക്കാമോ അത്രയും നല്ലത്. അതുപോലെ തന്നെ സ്റ്റിക്ക് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ക്രീമി ഫൗണ്ടേഷൻ ഒഴിവാക്കി ലൈറ്റ് ലിക്വിഡ് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ പൗഡർ ഫൗണ്ടേഷൻ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ആവശ്യം കഴിയുമ്പോൾ ഒരു നല്ല മേക്കപ്പ് റിമൂവർ ഉപയോഗിച്ച് അത് നീക്കം ചെയ്യുന്നതും അത്യാവശ്യമാണ്. അടുത്തതാണ് ഹൈഡ്രേഷൻ. വേനൽക്കാലത്ത് ധാരാളം വെള്ളം കുടിക്കാൻ പറയേണ്ട ആവശ്യമില്ല. എന്നാൽ കൂടിയും നമ്മുടെ ജോലി വെയിലത്തോ അല്ലെങ്കിൽ കൂടുതൽ ദാഹമുണ്ടാക്കുന്ന രീതിയിലുള്ള ജോലിയാണെങ്കിൽ 8 ഗ്ലാസ്സിൽ ലിമിറ്റ് ചെയ്യാതെ കൂടുതൽ വെള്ളം കുടിക്കാൻ ശ്രമിക്കണം. വീടുകളിൽ ആവശ്യത്തിന് ലഭിക്കുന്ന കരിക്ക് വെള്ളം, മോര് വെള്ളം, കഞ്ഞിവെള്ളം, നാരങ്ങ വെള്ളം ധാരാളം കുടിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് ഫ്രഷ് വെജിറ്റബിൾസ് കഴിക്കുന്നതും നല്ലതാണ്. അടുത്തതാണ് ഇൻറ്റേർണൽ സൺബ്ലോക്സ്. സൺബ്ലോക്സ് പുരട്ടാൻ മാത്രമല്ല കഴിക്കാനും സാധിക്കും.
ഇവ പിൽസ് ആയിട്ട് കിട്ടും, അല്ലെങ്കിൽ നമ്മളുടെ നാച്ചുറൽ ഫുഡിൽ നിന്നും കിട്ടുന്നതാണ്. എക്സാമ്പിൾസ് ആണ് ആൻറ്റി ഓക്സിഡൻസ്, വൈറ്റമിൻ സി, ലൈക്കോപീൻ, ബീറ്റ കാരറ്റിൻ എന്നിവ. ഇവയൊക്കെ നമ്മളുടെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, കൂടുതലും സിട്രസ് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ റെഡ് കളറായിട്ടുള്ള ഫ്രൂട്ട്സ്, തക്കാളി, വാട്ടർമെലൻ, ബെറീസ് ഇവയിൽ നിന്നും കിട്ടുന്നതാണ്. ഈ ഇൻഫർമേഷൻ യൂസ്ഫുൾ ആയിരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ചർമ്മ സംരക്ഷണത്തെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയോ ഹോസ്പിറ്റലായി ബന്ധപ്പെടുകയോ ചെയ്യുക.